Welcome all. In this video, I am going to explain cash budget. Cash budget is also known as financial budget. Okay. അപ്പോൾ ബഡ്ജറ്റ് എന്താണ്, അതുപോലെ തന്നെ ബഡ്ജറ്റിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ബഡ്ജറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷണൽ ബഡ്ജറ്റ് ആണ്. ഫംഗ്ഷണൽ ബഡ്ജറ്റിനെ തന്നെ വീണ്ടും പല ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഫംഗ്ഷണൽ ബഡ്ജറ്റ് ആണ് ക്യാഷ് ബഡ്ജറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ക്യാഷ് ബഡ്ജറ്റ് എന്താണെന്ന് നോക്കാം. It's a statement prepared in advance showing the estimated cash receipts and cash disbursements during a specific future period of time. അപ്പോൾ വരുന്ന ഒരു ഫ്യൂച്ചർ ഡെഫിനിറ്റ് പീരീഡിൽ, ഓക്കെ, ആ ഫ്യൂച്ചർ ഡെഫിനിറ്റ് പീരീഡിനെ നമ്മളുടെ ബഡ്ജറ്റഡ് പീരീഡ് എന്ന് പറയും. ആ ഒരു ബഡ്ജറ്റഡ് പീരീഡിൽ നമുക്ക് എത്രമാത്രം ക്യാഷ് റിസീപ്റ്റ്സ് ഉണ്ടാകും, അതുപോലെ തന്നെ എത്രമാത്രം ക്യാഷ് ഡിസ്ബേഴ്സ്മെൻറ്റ്സ് ഉണ്ടാകും. ഓക്കെ, ക്യാഷ് ഡിസ്ബേഴ്സ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കതിന് ക്യാഷ് പേയ്മെൻറ്റ്സ് എന്നും പറയാം. അപ്പോൾ നമ്മളുടെ ബിസിനസ്സിലേക്ക് എത്രമാത്രം ക്യാഷ് റിസീപ്റ്റ്സ് ഉണ്ടാകും, അതുപോലെ തന്നെ എത്രമാത്രം ക്യാഷ് പേയ്മെൻറ്റ്സ് ഉണ്ടാകും എന്നൊക്കെ കാണിച്ചുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇതിന് ഫിനാൻഷ്യൽ ബഡ്ജറ്റ് എന്നും പറയാറുണ്ട്. ഓക്കെ, ആൻഡ് ഇറ്റ് ഷോസ് ദി എസ്റ്റിമേറ്റഡ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. ഓക്കെ, അപ്പോൾ ഒരു ക്യാഷ് ബഡ്ജറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതൊക്കെയാണ്. ക്യാഷ് ഇൻഫ്ലോസും അതുപോലെ ക്യാഷ് ഔട്ട്ഫ്ലോസും അത് എസ്റ്റിമേറ്റഡ് ആണ്. വരുന്ന ഒരു ഫ്യൂച്ചർ ഡെഫിനിറ്റ് പീരീഡിൽ അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റഡ് പീരീഡിൽ നമ്മളുടെ ബിസിനസ്സിലേക്ക് ഏതൊക്കെ രീതിയിൽ എത്രയൊക്കെ എമൗണ്ട് വരാം, അതാണ് ക്യാഷ് ഇൻഫ്ലോസ്. ഓക്കെ, അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിൽ എത്രയൊക്കെ എമൗണ്ട് പുറത്തേക്ക് പോകാം, ദാറ്റ് ഈസ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. ഓക്കെ, അങ്ങനെ നമ്മൾ ക്യാഷ് ഇൻഫ്ലോസിനെയും ക്യാഷ് ഔട്ട്ഫ്ലോസിനെയും എസ്റ്റിമേറ്റ് ചെയ്യുന്നു, അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. അതിനെയാണ് ഇവിടെ ക്യാഷ് ബഡ്ജറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനുള്ളത് എങ്ങനെയാണ് ഒരു ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ്. അതിനായിട്ട് പല മെത്തേഡ്സ് ഉണ്ട്. ദ ഫസ്റ്റ് മെത്തേഡ് ഓഫ് preparing cash budget is receipts and payments method, and the next is balance sheet forecast method, and the third method is profit forecast method. Okay, അങ്ങനെ മൂന്ന് ഡിഫറെന്റ് മെത്തേഡ്സ് ആണ് ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് മെത്തേഡ് ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനുള്ളത് റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് മെത്തേഡ് ഫോളോ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, നമുക്കിനി റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. അണ്ടർ ദിസ് മെത്തേഡ് all probable receipts are added to the opening balance of cash and the probable payments of the period are deducted. Okay, thus forecasting a balance of cash at the end of the period. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ പീരീഡിലെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് നമ്മളുടെ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആ ഓപ്പണിംഗ് ബാലൻസിനോടൊപ്പം എല്ലാ പ്രോബബിൾ റെസീപ്റ്റ്സും, ഓക്കെ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാ ക്യാഷ് റെസീപ്റ്റ്സും നമ്മൾ ആ ഓപ്പണിംഗ് ബാലൻസിനോടൊപ്പം ആഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാ പ്രോബബിൾ പേയ്മെന്റ്സും, ഓക്കെ, എല്ലാ പ്രോബബിൾ പേയ്മെന്റ്സും നമ്മൾ അതിൽ നിന്ന് ഡിഡക്ട് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഡിഡക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ പീരീഡിലെ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷും കിട്ടുന്നു. ഇതാണ് റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്യുന്നത് നമ്മളുടെ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടായിരിക്കും ഒരു പർട്ടിക്കുലർ പീരീഡിലെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ്, അതോടൊപ്പം നമ്മളുടെ ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന എല്ലാ ക്യാഷ് റിസീപ്റ്റ്സും നമ്മൾ ആഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ക്യാഷ് പേയ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് ഡിഡക്ട് ചെയ്യുന്നു. അങ്ങനെ ഡിഡക്ട് ചെയ്ത് നമ്മൾ എത്തിച്ചേരുന്നത് ആ ഒരു പർട്ടിക്കുലർ പീരീഡിലെ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷിലാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് മെത്തേഡ് ഫോളോ ചെയ്തുകൊണ്ടുള്ള ഒരു ക്യാഷ് ബഡ്ജറ്റിന്റെ ഫോർമാറ്റ് നോക്കാം. ഇതാണ് ക്യാഷ് ബഡ്ജറ്റിന്റെ ഒരു ഫോർമാറ്റ്. ഓക്കെ, ആദ്യം ടൈറ്റിൽ ഉണ്ടാകണം ക്യാഷ് ബഡ്ജറ്റ് ഫോർ ദി പീരീഡ്. ഓക്കെ, പീരീഡ് ഏതാണ് അല്ലെങ്കിൽ എത്ര മന്തിലേക്കാണ് എന്നൊക്കെയുള്ള നമ്മളുടെ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ ടൈറ്റിൽ കാണിക്കണം. ഓക്കെ, പിന്നെ ഈ ഒരു ഫോർമാറ്റിൽ ഞാൻ 3 months ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റനിൽ നോക്കുക എത്ര മന്ത്സ് ആണ് തന്നിരിക്കുന്നത്, അത്രയും മന്തിന് നമ്മളുടെ കോളം പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഒരു ഫോർമാറ്റിൽ ഞാൻ 3 monthsലെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്, ഏപ്രിൽ, മെയ് ആൻഡ് ജൂൺ. അപ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് ഇതാണ്, ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ആണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ആ ഫസ്റ്റ് മന്തിലെ, ഇവിടെ ഈ ഫോർമാറ്റിൽ പറയുകയാണെങ്കിൽ ഏപ്രിൽ മന്തിലെ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് നമ്മളുടെ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അത് നമ്മളെടുത്ത് ഇവിടെ എഴുതും. ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് നമ്മൾ ഏപ്രിൽ കോളത്തിൽ നമ്മൾ എഴുതും. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ക്യാഷ് റെസീപ്റ്റ്സ് ആണ്. ക്യാഷ് റെസീപ്റ്റ്സ് എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് വരാൻ സാധ്യതയുള്ള ഇതൊക്കെയാണ്: ക്യാഷ് സെയിൽസ്, കളക്ഷൻ ഫ്രം ഡെറ്റേഴ്സ്, ലോൺ ഫ്രം ബാങ്ക്സ്, സെയിൽ ഓഫ് അസറ്റ്സ്, ഇഷ്യൂ ഓഫ് ഷെയർസ് എക്സെട്ര. ഇനി വേറെ ഏതെങ്കിലും ഒക്കെ ക്യാഷ് റെസീപ്റ്റ്സ് നമ്മളുടെ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടെയായിട്ടാണ് കാണിക്കുക. അതിന്റെ എല്ലാ എമൗണ്ട് നമ്മൾ എടുത്തെഴുതുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ ക്യാഷ് റെസീപ്റ്റ്സ് ആഡ് ചെയ്യുന്നു, അത് നമ്മൾ ഇവിടെ കാണിക്കും. ഓക്കെ, അതിനുശേഷം കാണിക്കേണ്ടത് ക്യാഷ് പേയ്മെന്റ്സ് ആണ്. ഓക്കെ, നമ്മൾ ക്യാഷ് പേയ്മെന്റ്സ് എടുത്തെഴുതുന്നു. ഇനി നോക്കാം നമ്മളുടെ ക്വസ്റ്റനിൽ എന്തൊക്കെ തരത്തിലുള്ള ക്യാഷ് പേയ്മെന്റ്സ് തന്നിട്ടുണ്ട്. സാധാരണയായി ക്യാഷ് പേയ്മെന്റ്സ് ഉണ്ടാകുക ക്യാഷ് പർച്ചേസസ്, പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ്, വേജസ് ആൻഡ് സാലറീസ്, ഓവർഹെഡ്സ്, റീപേയ്മെന്റ് ഓഫ് ലോൺ, പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്, ഇൻകം ടാക്സ്, ഡിവിഡൻഡ് പെയ്ഡ് എക്സെട്ര.
ഇനി ഇതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ക്യാഷ് പേയ്മെന്റ്സ് നമ്മളുടെ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടെയായിട്ടാണ് കാണിക്കുക. ഓക്കെ, അതിന്റെ എല്ലാം നമ്മൾ എമൗണ്ട് എടുത്ത് എഴുതും. ഓക്കെ, അങ്ങനെ നമ്മൾ ക്യാഷ് പേയ്മെന്റ്സും ആഡ് ചെയ്ത് നമ്മൾ ഇവിടെ എഴുതും. അതാണ് ഇവിടെ ടോട്ടൽ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ക്യാഷ് പേയ്മെന്റ്സിന്റെ ടോട്ടലാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ക്യാഷ് റിസീപ്റ്റ്സിന്റെ ടോട്ടലിൽ നിന്ന് ക്യാഷ് പേയ്മെന്റ്സിന്റെ ടോട്ടൽ ഡിഡക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഏപ്രിലിലെ ക്ലോസിംഗ് ബാലൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ഏപ്രിലിലെ ക്ലോസിംഗ് ബാലൻസ് ആണ് നെക്സ്റ്റ് മന്തിലെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. സോ അത് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് എന്ന് പറഞ്ഞ് മെയിൻ്റെ കോളത്തിൽ നമ്മൾ കാണിക്കും. അതിനുശേഷം നമ്മൾ മെയിലെ ക്ലോസിംഗ് ബാലൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ഓക്കെ, മെയിലെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുമ്പോൾ മെയിലെ ടോട്ടൽ റിസീപ്റ്റ്സ് എത്രയാണോ അതിൽ നിന്ന് ടോട്ടൽ പേയ്മെന്റ്സ് നമ്മൾ ഡിഡക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് മെയിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് എന്ന് പറയുന്നത്. മെയിലെ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആണ് ജൂണിലെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കോളത്തിൽ കിട്ടുന്ന ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് എടുത്തിട്ട് നമ്മൾ ഇവിടെ കാണിക്കണം ജൂണിന്റെ കോളത്തിൽ. ഓക്കെ, ദാറ്റ് മീൻസ് മെയിലെ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആണ് ജൂണിലെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് അതിന് നേരെ നമ്മൾ ജൂണിന്റെ കോളത്തിൽ നമ്മൾ ആ എമൗണ്ട് കാണിക്കും. ഓക്കെ, അങ്ങനെ ലാസ്റ്റ് ജൂണിലെ ടോട്ടൽ റിസീപ്റ്റ്സിൽ നിന്ന് ടോട്ടൽ പേയ്മെന്റ്സ് ഡിഡക്ട് ചെയ്യുന്നു. അങ്ങനെ ഡിഡക്ട് ചെയ്യുമ്പോൾ നമുക്ക് ജൂണിലെയും ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്. എങ്ങനെയാണ് റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് മെത്തേഡ് ഫോളോ ചെയ്തുകൊണ്ട് ഒരു ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.